മനസ്സിലാക്കിയതുപോലെ ഓരോ ആരാധനാകർമ്മവും അതുമായിട്ട് ഇടയിലുള്ളതിന് ഒരു പരിഹാരമാണ് എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധ റമദാൻ മാസം, ആ റമദാൻ മാസത്തിൽ മനുഷ്യൻ ചെയ്യുന്ന നന്മകൾ അത് മനുഷ്യനെ കൂടുതൽ ധർമ്മനിഷ്ഠയുള്ളവനും ധാർമ്മിക ബോധമുള്ളവനും തെറ്റിൽ നിന്ന് മുക്തനായി ജീവിക്കാനും ഏറെ പരിശീലനം നൽകുന്ന നാളുകളാണ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റമദാൻ അവർ നൽകുന്ന ഏറ്റവും വലിയ പരിശീലനം എന്ന് പറയുന്നത് അനുവദനീയമായ ഹലാലായ അനുവദനീയമായ കാര്യങ്ങൾ പോലും ഒരു നിശ്ചിത സമയത്തേക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വേണ്ടെന്ന് വെക്കുവാൻ തയ്യാറാകുന്ന പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി അവൻ അല്ലാത്ത കാലങ്ങളിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനുള്ള പ്രചോദനവും ആവേശവും അതുപോലെ തന്നെ അതിനുള്ള പരിശീലനവും നൽകുന്നതാണ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ടാണ് പരിശുദ്ധ റമദാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു പരിശീലന കളരിയാണ് എന്ന് റമദാനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് എന്നുള്ളത്. റമദാൻ ആചരിക്കുന്ന സന്ദർഭത്തിൽ, ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ, റമദാന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ വിശ്വാസി ലോകം, വിശ്വാസ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, എല്ലാ സമൂഹങ്ങളിലും വ്രതാനുഷ്ഠാനം ഒരു മതചടങ്ങായി ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഖുർആൻ കൃത്യമായി നമ്മളോട് പറഞ്ഞു തരുന്നതും അത് തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് മാത്രമല്ല നോമ്പ് നിർബന്ധമാക്കി നിശ്ചയിച്ചത്, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് നിർബന്ധമാക്കി നിശ്ചയിക്കുന്നു. എന്തിനാണ്? നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി. അതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പൂർവികന്മാരായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമായി നിശ്ചയിക്കപ്പെട്ടിരുന്നു എന്ന് പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇന്ന് നമ്മളോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹങ്ങളിൽ വ്രതാനുഷ്ഠാനം മതചടങ്ങായി അവർ കണ്ടെത്തിയിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. വ്രതാനുഷ്ഠാനം മതചടങ്ങായി കാണാത്ത ഒരൊറ്റ ജനസമുദായവും മനുഷ്യ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ചിലപ്പോൾ അതിന്റെ രൂപവും ഭാവവും വ്യത്യാസമുണ്ടായി എന്ന് വന്നേക്കാം. ചിലർ വ്രതമനുഷ്ഠിക്കുന്നത് ചില പ്രത്യേക സാധനങ്ങൾ കഴിക്കുകയില്ല, ഉപയോഗിക്കുകയില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ചിലർ ഇറച്ചി കഴിക്കുകയില്ല, മത്സ്യം കഴിക്കുകയില്ല, പാൽ ഉപയോഗിക്കുകയില്ല. അങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങൾ വർജിച്ചുകൊണ്ടുള്ള നോമ്പിന്റെ ശൈലി നമ്മുടെ ഇതര സമുദായ സമൂഹങ്ങളിലെ സഹോദരന്മാരും സഹോദരിമാരും നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. 40 നോമ്പും 50 നോമ്പും അതുപോലെ നാം അറിയുന്ന പല രൂപത്തിലുള്ള ഏകാദശി വ്രതവും, ഇങ്ങനെ എത്രയോ നോമ്പുകളുണ്ട്. നമുക്കറിയാം നമ്മുടെയൊക്കെ സഹോദര സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ പണ്ട് കാലത്ത് ശബരിമലയിൽ പോകുമ്പോൾ 40 ദിവസം മത്സ്യവും മാംസവും ഒക്കെ വർജിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിച്ചുകൊണ്ട് വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടി അവരവരുടെ കർമ്മത്തിന് പോകുന്നത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത്രത്തോളമൊന്നുമില്ല. അതേസമയം മറ്റു ചിലരാണ് എങ്കിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ ചില വ്രതാനുഷ്ഠാനം പുരുഷന്മാർക്ക് മാത്രമുള്ളത്, ചിലർക്ക് സ്ത്രീകൾക്ക് മാത്രമുള്ളത്, ചിലർ സ്ത്രീകൾ മാത്രം അനുഷ്ഠിക്കുന്നത്. ഇങ്ങനെ വൈവിധ്യങ്ങൾ വ്രതാനുഷ്ഠാനത്തിന്റെ രൂപത്തിലും ശൈലിയിലും ഭാവത്തിലുമൊക്കെ നാം കാണുന്നുവെങ്കിൽ മുസ്ലിം ലോകം ഒന്നടങ്കം ഒരൊറ്റ വ്രതാനുഷ്ഠാന ശൈലി മാത്രമേ ഉള്ളൂ. അതാണ് ഈ വ്രതാനുഷ്ഠാനത്തിന്റെ ഒരു സവിശേഷത. അത് പരിശുദ്ധ റമദാനിൽ മാത്രമേ അവരെല്ലാവരും ഈ വ്രതം അനുഷ്ഠിക്കാറുള്ളൂ നിർബന്ധപൂർവം. മറ്റ് ഐച്ഛികമായ നോമ്പുകൾ ഉണ്ടായേക്കാം, ഉണ്ട്, അത് അനുഷ്ഠിക്കുന്നവരുമുണ്ട്. അതേസമയം നിർബന്ധമായ രൂപത്തിൽ വ്രതാനുഷ്ഠാനം ഒരു മതചടങ്ങ് എന്നുള്ള നിലയിൽ ഒരു നിശ്ചിത മാസത്തിൽ ലോകത്തിന്റെ ഏത് കോണുകളിൽ ജീവിക്കുന്ന മനുഷ്യരും ഒരേ രൂപത്തിൽ അനുഷ്ഠിക്കുന്ന ഒരൊറ്റ നോമ്പ് പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ച ആ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് നിർദ്ദേശിക്കുന്ന ആ വ്രതാനുഷ്ഠാനമാണ്. അതെന്താണ്? ഫജ്ർ മുതൽ മഗ്രിബ് വരെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വർജിക്കുക, കാമവികാരങ്ങൾ അടക്കി നിർത്തുക. ആ നിലയിൽ ഒരു മനുഷ്യനെ പരിശീലിപ്പിച്ചെടുക്കുകയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, അനുവദനീയമായ കാര്യങ്ങൾ. ഭക്ഷണം നമുക്ക് അനുവദനീയമാണ്, നമ്മുടെ വീട്ടിൽ അത് സുലഭമായി ലഭിക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്. പാനീയം നമുക്ക് അനുവദനീയമാണ്, അതും വീട്ടിൽ എമ്പാടും ഇരിപ്പുണ്ട്, ഫ്രിഡ്ജിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ ഇണ, എന്നോടൊപ്പമുള്ള ഇണ എനിക്ക് എപ്പോഴും അനുവദനീയമാണ്. എന്നാൽ അള്ളാഹു കൽപ്പിച്ചു രാവിലെ മുതൽ വൈകുന്നേരം വരെ
ഫജ്ർ മുതൽ മഗ്രിബ് വരെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഞാൻ മാറ്റിവെക്കുന്നു. അതേപോലെ തന്നെ വെള്ളം കുടിക്കാൻ പാടില്ല, ഞാൻ മാറ്റിവെക്കുന്നു. ഇണയുമായി ബന്ധം പാടില്ല, ഒഴിവാക്കുന്നു. എങ്കിൽ മറ്റ് ജീവിതത്തിന്റെ മറ്റ് ദിശാസന്ധികളിൽ അവൻ കടന്നു പോകുമ്പോൾ അവൻ നിഷിദ്ധമാക്കിയ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളോട് അടുക്കാൻ പോലും അവൻ ഒരിക്കലും തയ്യാറാകാത്ത രൂപത്തിൽ ഒരു മനുഷ്യനെ പരിശീലിപ്പിച്ച് ഏറ്റവും നല്ല മനുഷ്യനാക്കി സമൂഹത്തിന് മുമ്പിൽ നിർത്താനുള്ള പരിശീലന കളരിയാണ് പരിശുദ്ധ റമദാൻ. അതൊരു ചടങ്ങായി നമ്മൾ കാണേണ്ടതല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നുകൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത്. അതിന്റെ ബാഹ്യമായ കാര്യങ്ങൾ മാത്രമാണ്. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആന്തരികമായ ചൈതന്യമുണ്ട്. ആ ചൈതന്യം നഷ്ടപ്പെടുന്ന ശൈലിയിലേക്ക് ഒരിക്കലും നമ്മുടെ നോമ്പ് ആയിപ്പോകരുത് എന്നുള്ളതാണ് നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇനി നോക്കുക, നോമ്പിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒന്ന് രണ്ട് വചനങ്ങൾ വളരെ ചിന്തനീയമായ കാര്യമാണ്. അതിന്റെ പ്രതിഫലത്തെ കുറിക്കുന്ന ഹദീസുകളിലേക്കല്ല ഞാൻ കടന്നു പോകുന്നത്. പ്രവാചകൻ പറയുന്നു, ലൗ യഅലമുൽ ഇബാദു മാ ഫീ ശഹ്രി റമദാന ലതമന്നതു ഉമ്മത്തി അൻ യകൂന സനതു കുല്ലഹാ റമദാൻ. ഇമാം തബ്രാനി ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് റമദാനിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചാണ്. ലൗ യഅലമുൽ ഇബാദു, മനുഷ്യരെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ മാ ഫീ ശഹ്രി റമദാൻ, റമദാൻ മാസത്തിലുള്ള ശ്രേഷ്ഠതയെ കുറിച്ച്, അതിന്റെ ഗൗരവത്തെ കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, അതിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന ശ്രേഷ്ഠതകളെ കുറിച്ച് മനുഷ്യരെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ ലതമന്നതു ഉമ്മത്തി, എന്റെ സമുദായം കൊതിച്ചു പോകുമായിരുന്നു, അയ്യകൂന സനതു കുല്ലഹാ റമദാൻ, വർഷം മുഴുവനും റമദാനായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകും എന്നാണ്. അതാണ് പരിശുദ്ധ റമദാനിന്റെ ശ്രേഷ്ഠത. ഒരു മാസം നമുക്ക് സഹിക്കാൻ കഴിയണില്ല, അല്ലെ? ഒരു മാസം നമുക്ക് സഹിക്കാൻ കഴിയണില്ല. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞ വചനമാണിത്. അതിന്റെ ശ്രേഷ്ഠത ശരിയാവണ്ണം ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ വർഷം മുഴുവനും റമദാനായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുമായിരുന്നു. നാം ഒന്ന് ആലോചിച്ചു നോക്കുക. റമദാൻ തുടങ്ങുന്നു, വ്രതാനുഷ്ഠാനം നാം ആരംഭിക്കുന്നു, അതിന്റെ കാര്യങ്ങളിൽ മുഴുകി നാം ജീവിക്കുന്നു. അവസാനം റമദാൻ വിട പറയുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സുകളിലൊക്കെ ഒരു നൊമ്പരമുണ്ടാകാറുണ്ട്, ഒരു വേദന ഉണ്ടാകാറുണ്ട്. എന്താണ് ആ വേദന? ഈ വർഷം ഇത്രയും എനിക്ക് അനുഷ്ഠിക്കാൻ കഴിഞ്ഞു, ഇനി അടുത്ത വർഷം ഈ റമദാൻ സമാഗതമാകുമ്പോൾ ആരോഗ്യത്തോടുകൂടി ഇത് സ്വീകരിക്കാൻ ഞാനുണ്ടാകുമോ? എനിക്ക് ആരോഗ്യമുണ്ടാകുമോ? ഞാൻ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ആരോഗ്യമുണ്ടാകുമോ? അതല്ല, ഞാൻ ഈ ലോകത്ത് തന്നെ ഇല്ലാതാകുമോ എന്നുള്ള ഒരു വേദന റമദാൻ വിട പറയുന്ന വേളയിൽ ഒരു വിശ്വാസിയുടെ മനസ്സിൽ നൊമ്പരമായി ഇങ്ങനെ വരാറുണ്ട്. അത് തന്നെയാണ് ഒരു വിശ്വാസിക്ക് റമദാൻ നൽകുന്ന ഏറ്റവും വലിയ പരിശീലനം എന്ന് നാം തിരിച്ചറിയുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അകാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ ഒഴിവാക്കുന്നതിന് അനുവദിച്ചിട്ടുള്ള, പ്രവാചകനിലൂടെ നിർദ്ദേശം നൽകിയിട്ടുള്ള റുക്സകളുണ്ട്, ആനുകൂല്യമുണ്ട്. ആ ആനുകൂല്യം അല്ലാത്ത രൂപത്തിൽ മനഃപൂർവ്വം അകാരണമായി ആരെങ്കിലും റമദാനിലെ വ്രതം അനുഷ്ഠിക്കാതിരുന്നാൽ അത് അവൻ റമദാൻ മാസം, അവൻ കാലം മുഴുവനും അതിന് പകരമായി നോമ്പനുഷ്ഠിച്ചു കിട്ടിയാലും അതിന് പകരമാവില്ല എന്നാണ്. ഈ രണ്ട് വചനങ്ങൾ നാം ഏറെ ചിന്തിക്കുക. ഒന്ന്, റമദാനിന്റെ ശ്രേഷ്ഠതയെങ്ങാനും മനുഷ്യർ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ സമുദായം കൊതിച്ചു പോകുമായിരുന്നു, വർഷം മുഴുവനും റമദാനായിരുന്നെങ്കിൽ എന്ന്. മറ്റൊന്ന്, അകാരണമായി അല്ലാഹു അനുവദിച്ച യാതൊരു ആനുകൂല്യങ്ങളുമില്ലാതെ റമദാനിൽ നിന്ന് വിട്ടുനിന്നാൽ ആരോഗ്യമുണ്ട്, നാട്ടിലാണ്. രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞത്. മസ്അലകളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഖുർആൻ നേർക്ക് നേരെ എടുത്തു പറഞ്ഞത് റമദാനിൽ നിന്ന് വിട്ടു നിൽക്കാൻ. വഇൻ കുന്തും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖറ. നിങ്ങൾ നോമ്പ് കാലത്ത് രോഗിയാവുകയോ അല്ലെങ്കിൽ യാത്രക്കാരനാവുകയോ ചെയ്യുകയാണ് എങ്കിൽ ആ നഷ്ടപ്പെടുന്ന നോമ്പ്, അത്രയും നോമ്പ് മറ്റു കാലങ്ങളിൽ നോറ്റ് വീട്ടണം. അപ്പം ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞത് രോഗിയാവുക എന്നുള്ളതാണ്, നോമ്പിൽ നിന്ന് വിട്ടു നിൽക്കാൻ. ഒന്നതാണ്. മറ്റൊന്ന് യാത്രയിലാവുക എന്നുള്ളതാണ്. ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്, സമയക്കുറവ് കൊണ്ട് അത് ഞാൻ വിടുകയാണ്. അപ്പം ആ നിലയിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ചില ആനുകൂല്യങ്ങളുടെ അവസരങ്ങളുണ്ട്. അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒഴിവായി നിൽക്കേണ്ട രണ്ട് പ്രധാന ഘട്ടങ്ങൾ. ഇതോടൊപ്പം തന്നെ അവർക്ക് മറ്റു പറഞ്ഞിട്ടുള്ളത്, ഒന്ന്, അവരുടെ മാസമുറയുടെ സന്ദർഭത്തിലും പ്രസവാനന്തര രക്തവുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിലും മാത്രമാണ് സ്ത്രീകൾക്ക് അതിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ അനുവാദം നൽകിയിട്ടുള്ളത്.
അപ്പൊ ആ നിലയിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അതല്ലാതെ അകാരണമായി ആരെങ്കിലും നോമ്പിൽ നിന്ന് വിട്ടുനിന്നാൽ അവൻ കാലം മുഴുവനും നോമ്പനുഷ്ഠിച്ചാലും റമദാനിലെ വ്രതാനുഷ്ഠാനത്തിന്റെ പ്രതിഫലം അവന് നേടിയെടുക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു. അവിടെയുണ്ട് റമദാനിന്റെ ശ്രേഷ്ഠത, റമദാൻ എത്ര മഹാത്മ്യമുള്ളതാണ് എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കി തരുന്ന കാര്യം. അതുപോലെ തന്നെ പരിശുദ്ധ റമദാനിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആരാധനാ കർമ്മങ്ങൾ ഒന്നടങ്കം മനുഷ്യനെ സംസ്കരിക്കാനും നന്നാക്കിയെടുക്കാനുമുള്ളതാണ് എന്ന്. അത് ആവർത്തിക്കുകയല്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ സംസ്കരണത്തിന് വിധേയനായി പാപങ്ങളിൽ നിന്ന് മുക്തനായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന മനുഷ്യന് മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ വിജയവും സൗഭാഗ്യവും നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ശംസിലെ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, ആ ആത്മാവിനെ സംസ്കരിച്ചവൻ വിജയിച്ചു, അതിനെ മലീമസമാക്കിയവൻ പരാജയപ്പെട്ടു എന്ന് ഖുർആൻ എടുത്തു പറയുന്നത് ഈ പറയുന്ന സംസ്കരണത്തിന്റെ സവിശേഷതയെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ തെറ്റിലേക്ക് പോകുന്നതിന് അവന് വഴിയൊരുക്കുന്നത് അവന്റെ ഇച്ഛകളുടെ, ശരീരത്തിന്റെ ഇച്ഛകളാണ് അവനെ തെറ്റിലേക്ക് കൂടുതൽ കൊണ്ടുപോയി കൂട്ടുന്നത്. ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, ആലോചിച്ചു നോക്കുക. പരിശുദ്ധ റമദാൻ നിർബന്ധമാക്കിയ അതേ വർഷം തന്നെയാണ് സായുധ ജിഹാദും നിർബന്ധമാക്കി നിശ്ചയിച്ചത്. എന്തുകൊണ്ട്? സായുധ ജിഹാദും പരിശുദ്ധ റമദാനും ഒരേ വർഷം യാദൃച്ഛികമായി നിർബന്ധമായി നിശ്ചയിക്കപ്പെട്ടതല്ല. മറിച്ച് അവിടെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. സായുധ ജിഹാദ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്ഥൈര്യവും ധൈര്യവും ക്ഷമയും സംയമനവും ഏറ്റവും കൂടുതൽ അത്യാവശ്യമായ കാര്യമാണ്. എടുത്തുചാട്ടം കൊണ്ട് ഒരിക്കലും ഒരു സായുധ ജിഹാദ് വിജയിക്കുകയില്ല എന്നുള്ളത് കൃത്യമായി നമുക്കറിയാം. അതിന് സ്ഥൈര്യം വേണം, ധൈര്യം വേണം, പ്ലാനിംഗ് വേണം, അതുപോലെ കുറെ അധികം കാര്യങ്ങൾ ആവശ്യമാണ്. എന്നതുപോലെ തന്നെ മനുഷ്യൻ അവന്റെ സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ചു നിർത്താൻ ഈ പറഞ്ഞതൊക്കെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഹുവ ശഹ്റുസ് സബ്ർ അസ്സബ്റു സവാബുൽ ജന്ന. റമദാൻ എന്ന് പറയുന്നത് ക്ഷമയുടെ മാസമാണ്, സംയമനത്തിന്റെ മാസമാണ്, അതിന്റെ പ്രതിഫലം സ്വർഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനെ കുറിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ്. സംയമനം മനുഷ്യനെ ഏറ്റവും കൂടുതൽ വികാരാധീനനാക്കുകയും എടുത്തുചാട്ടമുള്ളവനാക്കി മാറ്റുകയും കോപാകുലനാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അരുതായ്മകൾ ഒരുപാട് ചെയ്യുന്നതിൽ മനുഷ്യന്റെ ക്ഷമകേടിന്, അക്ഷമയ്ക്ക് നല്ല പങ്കുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പണ്ടുകാലത്ത് വായിച്ച ഓർമ്മകളുണ്ട്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകൾ, റമദാന്റെ നാളുകളായാൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ സൈന്യങ്ങളെ വിന്യസിക്കാറുണ്ടായിരുന്നു എന്നാണ്. എന്തിനാണത്ര ഈ സൈന്യങ്ങളെ വിന്യസിക്കുന്നത്? എന്നിട്ട് പറയുമായിരുന്നു അത് നോമ്പിന്റെ കാലമാണ്, എപ്പോഴാണ് കോപം തിളക്കുക എന്ന് അറിയാൻ കഴിയില്ല, നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മളുടെ ചെറിയ മക്കളോടും നമ്മൾ സാധാരണ പറയാറുണ്ട്, നോമ്പ് കാലമാകുമ്പോൾ ഉപ്പാന്റെ അടുക്കലേക്ക് മോളിപ്പം പോകണ്ട, അല്ലെങ്കിൽ മോനിപ്പം പോകണ്ട, ഉപ്പാക്ക് നോമ്പാണ്. അപ്പൊ കുട്ടി വിചാരിക്കുന്നത് എന്താണ്? നോമ്പ് എന്ന് പറഞ്ഞാൽ എന്തോ ഭീകരമായ ഒരു കാര്യം. അത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പാന്റെ അടുക്കലേക്ക് ഞാൻ ചെന്നാൽ എനിക്കെന്തോ കിട്ടും എന്നുള്ള ഒരു അവസ്ഥ. ഒന്നത് പറയുന്നത് തെറ്റാണ്. കാരണം നോമ്പ് എന്ന് പറയുന്നത് മനുഷ്യന്റെ കോപം അടക്കാനും സംയമനവും ക്ഷമയും പരിശീലിപ്പിക്കാനുമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ ശൈലികൾ എന്താണ്? സാധാരണയായി മനുഷ്യന് വിശപ്പുണ്ടാകുമ്പോൾ കോപം ജ്വലിക്കും, സ്വാഭാവികമാണ്. ആ നിലയിലുള്ള വല്ല കാഴ്ചപ്പാടുകളും വിലയിരുത്തലുകളുമാണെങ്കിൽ ഓക്കെ. അതല്ലാത്ത ഒരു ശൈലിയിൽ നോമ്പ് പിടിക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ കോപാകുലനായി മാറുകയാണ് എന്നുള്ള ചിന്തയ്ക്കാണ് പ്രാമുഖ്യം നൽകുന്നതെങ്കിൽ ഒരിക്കലും അതുമായി നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ സ്വയം നിയന്ത്രിക്കലാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ ഞാൻ ബുദ്ധിമുട്ടുന്നു. എന്റെ വികാരങ്ങൾ, അതുപോലെ തന്നെ എന്റെ ആഗ്രഹങ്ങൾ, എന്റെ ഇച്ഛകൾ, അതിനെ നിയന്ത്രിച്ചു നിർത്തുന്നിടത്താണ് ഞാൻ പരാജയപ്പെടുന്നത്. അതേസമയം എനിക്ക് ഒരുപാട് പേരെ നിയന്ത്രിക്കാൻ കഴിയും. എനിക്കൊരു സമൂഹത്തെ ഒന്നടങ്കം എന്റെ വിരലിന്റെ മുമ്പിൽ നിർത്തി ഇങ്ങനെ നൃത്തമാടിക്കാൻ എനിക്ക് സാധിക്കും. അതല്ലെങ്കിൽ പലരെയും എന്റെ ചൊൽപ്പടിയിൽ നിർത്താനുള്ള കഴിവ് എനിക്കുണ്ട്. പക്ഷേ എന്നെ എന്റെ ചൊൽപ്പടിയിൽ നിർത്താനുള്ള കഴിവ് എനിക്ക് പരാജയപ്പെടുന്നു. അവിടെയാണ് ഞാൻ ഇച്ഛകളുടെ പിന്നാലെ പോകുന്നത്. അവിടെ റമദാൻ മനുഷ്യന് ഏറ്റവും വലിയ പരിശീലനമാണ്. അവനെ ഒന്ന് തടഞ്ഞു നിർത്തുക എല്ലാ തെറ്റുകളിൽ നിന്നും.
എല്ലാ വികാരങ്ങളിൽ നിന്നും, എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും, എന്നിട്ട് ശരിയായ ആഗ്രഹത്തിലേക്കും ശരിയായ ചിന്തയിലേക്കും ശരിയായ മനോഭാവത്തിലേക്കും നന്മകളുടെ മാർഗത്തിലേക്കും അവനവനെ നയിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് സത്യത്തിൽ റമദാൻ മാസം ചെയ്യുന്ന ഏറ്റവും വലിയ പരിശീലനവും ശ്രമകരമായ പ്രവർത്തനവും എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മളുടെയൊക്കെ വ്രതാനുഷ്ഠാനം എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഓരോ ആരാധനാകർമ്മങ്ങളെ സംബന്ധിച്ചു. പിന്നെ പരിശുദ്ധ റമദാനിൽ നമ്മൾ അതിന്റെ ബാഹ്യമായ പുറമേ കാണുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് വലിയ പ്രാമുഖ്യം നൽകുന്ന ആളുകളാണ്. തീർച്ചയായും അതിന് പ്രാമുഖ്യം നൽകണം, അതിന് യാതൊരു സംശയമില്ല. കുറെ കാര്യങ്ങൾ നേരത്തെ ഷെമിമ ടീച്ചർ നിങ്ങളുമായി പങ്കിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അവിടെ ഒക്കെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വ്രതാനുഷ്ഠാനത്തിന്റെ ബാഹ്യമായ ചട്ടവട്ടങ്ങൾ, അതിന്റെ നിയ്യത്ത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എപ്പോഴാണ് അത്താഴം കഴിക്കേണ്ടത്, എപ്പോൾ ഇഫ്താർ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ പോകണം. നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പകൽ സമയങ്ങളിൽ നോമ്പ് നിഷിദ്ധമാക്കുന്ന ഒരു കാര്യവും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ ഒക്കെ സാധാരണയായി നമ്മുടെ മുമ്പിലൊക്കെ വരാറുള്ള ചോദ്യങ്ങളുണ്ട്. അത് വളരെ രസകരമായ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ വെറും ബാഹ്യമായ കാര്യങ്ങൾ മാത്രമാണ്. നമ്മളൊക്കെ സാധാരണയായി ഈ ചാനലിലൂടെയൊക്കെ ഈ വിഷയം അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ പ്രധാനമായി നമുക്കുടെ കൈകളിലേക്ക് വരുന്ന ചോദ്യങ്ങൾ, ഒരു സ്ത്രീയുടെ ചോദ്യം വരികയാണ്. എന്താണ് ചോദ്യം? ഞാൻ ഭക്ഷണം പാകം ചെയ്യുന്നു, ഭക്ഷണം പാകം ചെയ്യുന്ന ഞാൻ അതിന്റെ ടേസ്റ്റ് നോക്കിയാൽ എന്റെ നോമ്പ് മുറിയുമോ? സംശയമാണ്, ഞാൻ സമ്മതിക്കുന്നു. നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു സ്ത്രീ പകൽ സമയത്ത് പാകം ചെയ്യുമ്പോൾ നല്ല ഭക്ഷണ സാധനം ഉണ്ടാക്കി വെച്ചില്ല എങ്കിൽ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ വീട്ടിൽ കലാപമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ശ്രമിക്കണം, ശ്രദ്ധിക്കണം. പക്ഷേ അതതിന്റെ ഒരു ബാഹ്യമായ കാര്യം മാത്രമാണ്. അവിടെ എന്താണ് ഫത്വ? വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി അത് മാത്രം ഞാനെന്ന് പറയാം. ഭക്ഷണം പാകം ചെയ്യുന്ന സ്ത്രീകൾ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നോക്കുന്നത് കൊണ്ട് നോമ്പിൽ ഒന്നും തന്നെ സംഭവിക്കില്ല എന്നുള്ളതാണ് കൃത്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം അത് ഏതൊരു വ്യക്തിക്കും നാക്കിലേക്ക് വെച്ചാൽ എന്താണ് അതിന്റെ ടേസ്റ്റ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് ഇറക്കാതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. ഇത് വളരെ വളരെ ലളിതമാണ്, വളരെ സരളമാണ്, എളുപ്പമാണ് ഇസ്ലാമിലെ നിയമങ്ങൾ. നമ്മളാകെ കുടിസുള്ളതാക്കി മാറ്റിയിട്ട് നോമ്പ് പിടിക്കൽ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ടൊക്കെ കേരളത്തിൽ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമൊക്കെ സജീവമായി രംഗത്ത് വന്ന് നോമ്പിനെ കുറിച്ചും അതിന്റെ അനുഷ്ഠാന കർമ്മങ്ങളെ കുറിച്ചും കൃത്യമായി ചെറുപ്പക്കാരുടെ മുമ്പിൽ ബോധവൽക്കരണം നടത്തുന്നതിന് മുമ്പ് ചെറുപ്പക്കാർ നോമ്പ് പിടിക്കാൻ തയ്യാറായിരുന്നില്ല. എന്താണ് കാരണം? നേരം വെളുത്താൽ എണീറ്റാൽ നോമ്പുകാരന് കുളിക്കാൻ പാടില്ല, മുങ്ങിക്കുളിച്ചാൽ നോമ്പ് മുറിയും, സോപ്പ് പുരട്ടിയാൽ നോമ്പ് മുറിയും, അതുപോലെ തന്നെ എന്തെങ്കിലും സ്പ്രേ അടിച്ചാൽ നോമ്പ് മുറിയും. ഇങ്ങനെ കുറെ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തിക്കൊണ്ട് ഞാൻ അത്ര നിസ്സാരമായി നോമ്പിനെ വിശേഷിപ്പിക്കുകയല്ല. പരിശുദ്ധ ഇസ്ലാം നോമ്പിന്റെ ചട്ടവട്ടങ്ങളെ കുറിച്ച് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ അതിൻ്റെതായ ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. മറിച്ച് രാഘവത്തോടുകൂടി കാണാനല്ല. ഇതൊക്കെ ഏത് രൂപത്തിലാണ് ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത്തരം കാര്യങ്ങളിലൂടെ, അതുപോലെ തന്നെ മിസ്വാക്ക് ചെയ്യാൻ പാടില്ല, പല്ല് തേക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയാം? നോമ്പുകാരന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഗന്ധം അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ മണമുള്ളതാണ്. അതുകൊണ്ട് പല്ല് തേക്കണ്ടെന്ന് തീരുമാനിക്കുക. അങ്ങനെ ഒരു മതമുണ്ടോ? അങ്ങനെ ഒരു മതമുണ്ടോ? അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കാത്ത നിലയിൽ പിന്നെ എന്തിനാണ് ഈ സമൂഹത്തോടത് പറയുന്നത്? പല്ല് തേക്കാൻ പറഞ്ഞു, സാധാരണ തേക്കുന്നത് പോലെ തന്നെ തേക്കുക. പക്ഷേ സാധാരണ തേക്കുമ്പോഴും നമ്മളാരും പേസ്റ്റും വെള്ളവും കൂടി വിഴുങ്ങാറില്ല. വിഴിഞ്ഞാൽ കുഴപ്പമാണ്, എങ്കിൽ നമ്മളാരും വിഴുങ്ങാൻ പാടില്ല, അത്രയേ ഉള്ളൂ. ആ നിലയിൽ കൃത്യമായി നമ്മുടെ വായ ശുദ്ധീകരിക്കണം. എന്നിട്ടും ഉണ്ടാകും വായക്കൊരു ഭാവപകർച്ച. ആ ഭാവപകർച്ചയ്ക്ക് അല്ലാഹുവിന്റെ അടുത്തുള്ള പദവിയാണ് പറഞ്ഞത്. അല്ലാതെ കസ്തൂരിയേക്കാൾ മണക്കാൻ വേണ്ടിയിട്ട് പല്ല് തേക്കാൻ നടക്കുക എന്നുള്ളതല്ല. അതുപോലെ തന്നെ കുളിക്കുക, എണ്ണ പുരട്ടുക, ഇതൊക്കെ ബാഹ്യമായി ശ്രദ്ധിക്കാൻ വലിയ വിലകൾ കൽപ്പിച്ച് നേരത്തെ ഞാൻ ചോദിച്ചതിൽ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് ചോദ്യം വരാറുണ്ട്. പക്ഷേ ഒരൊറ്റയാളും ഇന്നേ വരെ ചോദിച്ചതായി എന്റെ അനുഭവത്തിലില്ല. നുണ പറഞ്ഞാൽ നോമ്പ് മുറിയുമോ? ഏഷണി പറഞ്ഞാൽ നോമ്പ് മുറിയുമോ? കള്ളസത്യം ചെയ്താൽ നോമ്പ് മുറിയുമോ? ഒരൊറ്റയാളും ചോദിച്ചിട്ടില്ല, ചോദിക്കുകയില്ല. കാരണം അത് അനുസ്യൂതം നടക്കുന്നുണ്ട്, കൃത്യമായി നടക്കുന്നുണ്ട്. അതാണ് അതിന്റെ കാര്യം. അവിടെയാണ് പ്രവാചകന്റെ ഒരു വചനം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സൗമു ജുന്ന,
നോമ്പൊരു കവചമാണ്, നോമ്പൊരു പരിചയമാണ്. എന്താണ് പരിചയയുടെ ലക്ഷ്യം? നാം ഒരു കവചമോ പരിചയമോ ധരിച്ചു കഴിഞ്ഞാൽ, ഉപയോഗിച്ചു കഴിഞ്ഞാൽ പുറത്തു നിന്ന് വരുന്ന ഉപദ്രവങ്ങളും അക്രമങ്ങളെയും തടയാനുള്ളതാണ് പരിച. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോമ്പ് അങ്ങനെയുള്ള ഒരു പരിചയമാണ്. അതിനൊരുപാട് വിശദീകരണങ്ങളുണ്ട്. അതെന്താണ്? ഒന്ന്, നാം മനസ്സിലാക്കേണ്ടത് നോമ്പെന്ന പരിച എല്ലാവിധ തെറ്റുകളിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്താനുള്ള പരിചയമാണ്. ഒന്ന്. രണ്ട്, നോമ്പായി അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തിയാൽ നരകത്തിൽ നിന്ന് നമ്മളെ കാത്തു സംരക്ഷിക്കാനുള്ള പരിചയമാണ് നോമ്പ്. ഇങ്ങനെ വിശേഷിപ്പിക്കാൻ നമുക്ക് ധാരാളം, ഒരുപാട് വിശേഷണങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അസ്സൗമു ജുന്ന എന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇല്ലം യഖ്ദിഖാ, ആ പരിചയെ തകർത്ത് കളഞ്ഞിട്ടില്ല എങ്കിൽ, ആ പരിചയ്ക്ക് ഓട്ടം വീഴ്ത്തിയിട്ടില്ല എങ്കിൽ. അപ്പോ സഹാബത്ത് ചോദിച്ചു ബിമ യഖ്ദിഖുഹാ, എന്തുകൊണ്ടാണ് നോമ്പ് എന്ന പരിചയ്ക്ക് ഓട്ടം ഉണ്ടാവുക? എന്തുകൊണ്ടാണ് നോമ്പെന്ന പരിചയ്ക്ക് തകർച്ച ഉണ്ടാകുക, അത് തകർന്നു പോവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു രണ്ട് കാര്യങ്ങൾ കൊണ്ട് നോമ്പെന്ന പരിചയ്ക്ക് ഓട്ടം വീഴും. ആ രണ്ട് കാര്യം സ്പ്രേ അടിക്കലല്ല, കുളിക്കലല്ല, പല്ല് തേക്കലല്ല, മുങ്ങിക്കുളിക്കലല്ല, ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നോക്കലല്ല. പിന്നെ ഏതാണ്? അൽ കദിബു വൻ നമീമ, അൽ കദിബു വൽ ഗൈബ, കളവും പരദൂഷണവും, കളവും ഏഷണിയും. നോമ്പ് പോകും. ഇത് ഏറ്റവും ശ്രദ്ധിക്കണം. നാക്ക് സൂക്ഷിച്ചില്ലേ പട്ടിണിയാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് നബി പറഞ്ഞത് മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് ആരെങ്കിലും അനാവശ്യമായ വാക്കുകളും പ്രവൃത്തിയും സംസാരങ്ങളും നോമ്പുകാലത്ത് നിയന്ത്രിക്കുന്നില്ല എങ്കിൽ അവൻ പട്ടിണി കിടന്നിട്ട് കാര്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ അടിസ്ഥാനത്തിലാണ് ഈ കാമ്പ്, ഈ പറഞ്ഞ നോമ്പിന്റെ അന്തസ്സത്ത, അതിന്റെ ചൈതന്യം അത് നഷ്ടപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു പ്രവൃത്തിയും ഇല്ലാതിരിക്കാൻ നോമ്പിന്റെ ആദ്യത്തെ നാം ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മുടെ നാക്കുകൊണ്ട് സത്യമേ പറയാവൂ. പരദൂഷണവും ഏഷണിയും ഒരു വിശ്വാസിക്കുണ്ടായിക്കൂടാ. ഇന്ന് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചാൽ മതി. അപ്പൊ ഒരാൾ ചോദിച്ചേക്കാം, ഞാൻ പറഞ്ഞില്ലല്ലോ ഏഷണി, ഞാൻ പറഞ്ഞില്ലല്ലോ പരദൂഷണം, ഞാൻ പറഞ്ഞില്ലല്ലോ കളവ്, ഞാൻ സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പിൽ ഇട്ടിട്ടല്ലേ ഉള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അവന്റെ നിയ്യത്ത് എന്താണെന്ന് റബ്ബിനറിയാം. കാരണം കൽബറിയുന്നവൻ അല്ലാഹുവാണ്, മനസ്സറിയുന്നവൻ അല്ലാഹുവാണ്. ഞാനത് പോസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിലെ ഉദ്ദേശം എന്താണ്? ഒരു സഹോദരനെ ഇകഴ്ത്തലാണ്, അവനെ ഇല്ലാതാക്കലാണ്. പരിശുദ്ധ റമദാനിലെങ്കിലും ഇത്തരം കാര്യങ്ങൾ എങ്കിലും എന്നുള്ളത് ഞാൻ അടിവരയിടുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്കിലും എന്ന് ഞാൻ പറയില്ലെങ്കിൽ വെറും പട്ടിണിയാവും. എന്തിനാ രാപ്പകല് പട്ടിണി കിടക്കുന്നത്? നന്നായി ഭക്ഷണം കഴിക്കാവുന്നത് പോലും ഒഴിവാക്കിക്കൊണ്ട് എല്ലാ സുഖവും മാറ്റിവെച്ചുകൊണ്ട് നുണ പറഞ്ഞിട്ട്, ഏഷണി പറഞ്ഞിട്ട്, പരദൂഷണം പറഞ്ഞിട്ട് നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ആ നോമ്പ് പിടിക്കാതിരിക്കലായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. കാരണം അത്ര ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കളവും ഏഷണിയും പരദൂഷണവും ഒക്കെ നോമ്പെന്ന പരിചയം തകർത്ത് കളയുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ടാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ റമദാനിന്റെ ശ്രേഷ്ഠതയെ എണ്ണി എണ്ണി പറയുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ കാരുണ്യ വർഷത്തിന്റെ മാസമാണത്. ഫയൻസിലുർ റഹ്മ, കാരുണ്യത്തെ വർഷിപ്പിക്കും. വയസ്തജീബു ദുആ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും. വയഹുത്തുൽ ഖതായ, പാപങ്ങൾ മായ്ച്ചു കളയും. എന്നിട്ട് പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളോട് ഭൂമിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ കാര്യങ്ങളുമായി അംഗം വെട്ടി പടവെട്ടി സ്വന്തം ശരീരത്തെ തെറ്റുകളിൽ നിന്ന് നിയന്ത്രിച്ചു നിർത്താൻ കഠിനാധ്വാനം ചെയ്യുന്ന ഈ മനുഷ്യന്റെ അവസ്ഥ കണ്ടുകൊണ്ട് അള്ളാഹു അഭിമാനപൂർവ്വം മലക്കുകളോട് പറയുമെന്നാണ്, നോക്കൂ എന്റെ ദാസന്മാരെ കണ്ടില്ലേ സ്വയം നിയന്ത്രിച്ചു നിന്നു പോകുന്നത്. എന്നിട്ട് നിയന്ത്രിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് നോമ്പാണ് നമ്മളുടെ നോമ്പ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, ഫഇന്ന ശഖിയ മൻ ഹറമ റഹ്മത്തല്ലാഹി ഫീ. കാരുണ്യം വർഷിക്കുന്ന മാസത്തിൽ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാതെ അത് നിഷിദ്ധമാക്കപ്പെടുന്നവരാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ പാപമോചനത്തിന്റെ നാളുകളായ റമദാനിൽ പാപങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങി ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് പാപങ്ങളിൽ നിന്ന് മുക്തനാകാൻ അവൻ തയ്യാറാകുന്നില്ലെങ്കിൽ പ്രവാചകൻ പറയുകയാണ്, മൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ലഹു ഫമത്താ. പരിശുദ്ധ റമദാൻ കയ്യിൽ കിട്ടിയിട്ട് പാപങ്ങളിൽ നിന്ന് മുക്തനാകാൻ കഴിയാത്തവന് ഇനി എപ്പോഴാണോ പാപമോചനത്തിന് അവസരം കിട്ടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. ഇതൊക്കെ റമദാനിന്റെ ശ്രേഷ്ഠതയിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ പരിശുദ്ധ റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആന്റെ അവതരണമാണ്. അതുകൊണ്ടാണ് ഈ റമദാനിന്റെ ശ്രേഷ്ഠത എന്ന് ഏറ്റവും ആദ്യത്തിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. മനുഷ്യനെ സ്വയം നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയാത്തിടത്തോളം കാലം അവനൊരിക്കലും നോമ്പിന്റെ ശ്രേഷ്ഠത പൂർണ്ണമായി നേടിയെടുക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, നോമ്പ് കാലത്ത് ഒരു കാരണവശാലും അവരിൽ നിന്ന് തെറ്റായ വാക്കുകളോ മറ്റു രൂപത്തിലുള്ള പ്രവൃത്തികളോ ഒരു കാരണവശാലും അവരിൽ നിന്ന് ഉണ്ടായിക്കൂടാ എന്നുള്ളത് നാം നേരത്തെ മനസ്സിലാക്കി. ഒരു പ്രവാചക വചനവും കൂടി ഞാൻ ശ്രേഷ്ഠതയേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, ഇദാ കാന സൗമു യൗമി അഹദികും യൗമു സൗമി അഹദികും ഫലാ യർഫസ് വലാ യസ്ഖബ് വഇൻ സാബഹു അഹദുൻ ഔ ഖാതലഹു ഫൽയഖുൽ ഇന്നി സായിം. ഇദാ കാന യൗമു സൗമി അഹദികും, നിങ്ങൾ ആരെങ്കിലും നോമ്പിന്റെ നാളുകൾ എത്തിക്കഴിഞ്ഞാൽ ഫലാ യർഫസ്, സഭ്യേതരമായ സംസാരം അവൻ ഒഴിവാക്കണം, അതുണ്ടാകരുത് അവനിൽ നിന്ന്. വലാ യസ്ഖബ്, ഷണ്ഡയോ അതുപോലെ തന്നെ കലഹമോ അങ്ങനെയുള്ള കാര്യങ്ങളോ അവനിൽ നിന്നുണ്ടായിക്കൂടാ. എത്രത്തോളം അവന് നിയന്ത്രിക്കണം. വഇൻ സാബഹു അഹദുൻ ഔ ഖാതല, ആരെങ്കിലും അവനെ ചീത്ത പറയുകയോ അവനോട് ശണ്ഡ കൂടുകയോ ചെയ്താൽ ഫൽയഖുൽ ഇന്നി സായിമുൻ, അവൻ പറയണം ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ പറയും, നോമ്പൊന്ന് തുറക്കട്ടടാ കാണിച്ചു തരാം, ഇപ്പൊ ഞാൻ നോമ്പിലാണ്. അല്ലെങ്കിൽ പറയും, നോമ്പുകാലം ഒന്ന് കഴിയട്ടടാ, പലിശ സഹിതം ഞാൻ തിരിച്ചു തരും. ഇതെന്ത് നോമ്പാണ്? ഇതിനാണോ നോമ്പ്? അതിനല്ല നോമ്പ്. മറിച്ച് അങ്ങനെ സംഭവിച്ചാൽ അവനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഇപ്പൊ നോമ്പായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു, നോമ്പത് കഴിഞ്ഞോട്ടെ എന്ന് പറയുകയാണെങ്കിൽ ഈ നോമ്പ് നമ്മിൽ യാതൊരു എഫക്റ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് നാം മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സദാ അവൻ ഇവ കാര്യങ്ങളിൽ ജാഗരൂകനാകണം. പ്രത്യേകിച്ച് നോമ്പുകാലമാകുമ്പോൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും എന്നാണ് ആ പറഞ്ഞതിന്റെ സാരം. അതുപോലെ തന്നെ പരിശുദ്ധ റമദാൻ പ്രവാചകൻ ഒരു വിശേഷണം നൽകി, ശഹ്റുൽ മുവാസ, പരസ്പര സഹകരണത്തിന്റെ മാസമാണ്. പരസ്പര സഹകരണത്തിന്റെ മാസമാണ് റമദാൻ. എല്ലാ കാലവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരസ്പര സഹായത്തിന്റെ നാളുകളായി അവൻ ഗണിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരും പ്രയാസമനുഭവിക്കുന്നവരും ദുരിതം പേറുന്നവരുമായ ആളുകളുടെ കഷ്ടപ്പാടുകൾ കാണാനും കണ്ണീരൊപ്പാനും ഒരു വിശ്വാസി എപ്പോഴും തയ്യാറായിരിക്കണം. കാരണം ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ ആരും സത്യവിശ്വാസിയാവുകയില്ല എന്ന് പഠിപ്പിച്ച മതമാണ്, എന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് നമ്മുടേത്. ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായും പരസ്പര സഹകരണം, നമ്മളോട് സഹകരിക്കാനുള്ള മേഖല നമുക്ക് പറഞ്ഞു തന്നത് തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയല്ല. ഞാൻ സൂചിപ്പിച്ചത് ക്ഷമയുടെ മാസമാണ്. ക്ഷമ എല്ലാ അർത്ഥത്തിലും പാലിച്ചു പോകണം. ക്ഷമ എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ച് സംയമനം പാലിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം വേണം. പരിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, പൊട്ടിത്തെറിക്കരുത്. പൊട്ടിത്തെറിക്കാൻ ഏറെ സാധ്യതയുള്ള സമയമാണ്, സൂക്ഷിക്കണം. പ്രവാചകൻ പറഞ്ഞുവല്ലോ, എതിരാളിയെ മൽപിടുത്തത്തിൽ പരാജയപ്പെടുത്തുന്നവനല്ല ശക്തൻ, പിന്നെ ആരാണ് ശക്തൻ? കോപം വരുമ്പോൾ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാരോ അവനാണ് ശക്തൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്,
സായുധ ജിഹാദും പരിശുദ്ധ റമദാൻ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ജിഹാദും ഒരേ വർഷം തന്നെയാണ് നിർബന്ധമാക്കി നിശ്ചയിച്ചത് എന്നുള്ളത് യാദൃച്ഛികമായിട്ടല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയണമെന്ന് ഞാൻ സൂചിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ റമദാനിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം ഒഴിവാക്കുകയാണ്. സമയമുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉഅ്തിയത് ഉമ്മത്തി ഫീ ശഹ്രി റമദാൻ ഖംസൻ ലം യുഅ്തഹുന്ന നബിയ്യുൻ ഖബ്ലി. എന്റെ മുമ്പുള്ള നബിമാർക്ക് ആർക്ക് നൽകപ്പെടാത്ത 5 വിശേഷ കാര്യങ്ങൾ റമദാൻ മാസത്തിൽ എന്റെ സമുദായത്തിന് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അമ്മാ വാഹിദ, അതിൽ ഒന്നാമത്തത്, ഫഇന്നഹു ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമദാന, റമദാനിലെ ആദ്യത്തെ രാത്രിയായി കഴിഞ്ഞാൽ നദറല്ലാഹു തആല ഇലൈഹിം, അല്ലാഹു നോമനുഷ്ഠിക്കുന്നവരിലേക്ക് ഒരു കടാക്ഷം, ഒരു നോട്ടം അല്ലാഹുവിൻ്റെതുണ്ടാകും. വമൻ നദറല്ലാഹു ഇലൈഹി, അങ്ങനെ ആരെങ്കിലും അല്ലാഹുവിന്റെ നോട്ടത്തിന് അർഹനായി കഴിഞ്ഞാൽ ലം യുഅദ്ദിബുഹു അബദാ, പിന്നെ അവനെ അല്ലാഹു ശിക്ഷിക്കുകയില്ല ഒരിക്കലും. വഅമ്മാ സാനിയ, രണ്ടാമത്തത്, ഫഇന്ന ഖുലൂഫ അഫ്വാഹിഹിം ഹീന യുംസൂന അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. നേരത്തെ ഞാൻ അത് വിശദീകരിച്ചു. നോമ്പുകാരന്റെ വായിലുള്ള ഭാവപകർച്ച, വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന ഗന്ധം അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ വാസനയുള്ളതാകുന്നു. ഇതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ അത് പല്ല് തേക്കാതെ കഴിച്ചു കൂട്ടണം എന്നുള്ളിടത്തേക്ക് എത്തുമ്പോഴാണ് അതിനെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. മൂന്നാമത്തത്, ഫഇന്നൽ മലായികത തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിൻ വലൈല. എല്ലാ രാവും എല്ലാ പകലും മലക്കുകൾ നോമ്പനുഷ്ഠിക്കുന്നവർക്ക് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ പാപത്തിൽ നിന്ന് മുക്തരാകാൻ വേണ്ടി അള്ളാഹുവിനോട് ഏറെ പാപമോചനം തേടിക്കൊണ്ട് പോകേണ്ട മാസം മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. ഞാനും നിങ്ങളും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് പോലെയല്ല. ഒരു മലക്ക് പടച്ചവനെ ഇവന് പുറത്തു കൊടുക്കണേ എന്ന് പറയുമ്പോൾ അത് നോമ്പനുഷ്ഠിക്കുന്നവന് മാത്രം കിട്ടുന്ന കാര്യമാണ് എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കുക. നാലാമത്തത്, പ്രവാചകൻ പറയുന്നു, ഫഇന്നല്ലാഹ യഗ്മുറു ജന്നതഹു ഫയഖൂലു ലഹു ഇസ്തഇദ്ദി വതദയ്യനി ലിഇബാദി ഔശക അൻ യസ്തരീഹ മിൻ ദഅബി ദുനിയാ ഇലാ ദാരി വകറാമതി. അതായത് സ്വർഗ്ഗത്തോട് അല്ലാഹു കൽപ്പിക്കുമത്രേ, എല്ലാ ദിവസങ്ങളിലും അണിഞ്ഞൊരുങ്ങിയിരിക്കാൻ വേണ്ടി. ആർക്ക് വേണ്ടി? ദുനിയാവിലെ ഐഹികമായ ജീവിതത്തിലെ ക്ഷീണത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും എന്റെ ആദരവിലേക്കും എന്റെ ഭവനത്തിലേക്കും എന്റെ അടുക്കലേക്ക് എന്റെ ഔദാര്യത്തിലേക്കും എത്താൻ ഒരുങ്ങിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നീ അണിഞ്ഞൊരുങ്ങിക്കൊള്ളുക എന്ന് സ്വർഗ്ഗത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. അഞ്ചാമത്തത്, ഫഇന്നഹു ഇദാ കാന ആഖിറു ലൈല, അങ്ങനെ ഓരോ രാത്രിയുടെയും അവസാന സമയമായാൽ ഗഫറല്ലാഹു ലഹും ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പുറത്തു കൊടുക്കും. അപ്പോൾ പ്രവാചകൻ അനുയായികളിൽ നിന്ന് ഒരാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അഹിയ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ലാ, അലം തറൽ ഉമ്മാല യഅമലൂന ഫഇദാ ഫറഗൂ മിൻ അഅമാലിഹിം വഫൂ ഉജൂറഹും. നീ കണ്ടിട്ടില്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യർ അവരുടെ ജോലികളിൽ നിന്നും ഒഴിവായി കഴിഞ്ഞാൽ അവരുടെ പ്രതിഫലങ്ങൾ പൂർണ്ണമായും അന്ന് തന്നെ നൽകപ്പെടുന്നത് നീ കാണാറില്ലേ? അതുപോലെ രാപ്പകൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന, സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ച് എല്ലാവിധത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് നന്മയുടെ മാർഗം തേടിയെടുത്തുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന ആ വിശ്വാസികളായ ആളുകൾക്ക് ഓരോ ദിവസവും അവരുടെ പ്രതിഫലങ്ങൾ പരിപൂർണമായി നൽകപ്പെടും. ഈ 5 കാര്യങ്ങളും മുമ്പൊരു സമുദായത്തിനും നൽകപ്പെടാത്തതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരങ്ങളെ, ഇതാണ് റമദാനിന്റെ ശ്രേഷ്ഠത എന്ന് നാം മനസ്സിലാക്കുക. മലക്കുകളുടെ പാപമോചനം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഗാഫിറിലെ 7, 8, 9 വചനങ്ങൾ വിശദീകരിക്കുന്നില്ല. വചനങ്ങളുടെ എണ്ണം മാത്രം ഞാൻ പറയും, ഇന്ന വചനങ്ങൾ എന്ന് മാത്രം പറയുക. അതിന്റെ ആശയത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ സിംഹാസനത്തെ വഹിക്കുന്നവർ,
അതിന്റെ ചുറ്റുഭാഗത്തുള്ളവരും മലക്കുകൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, അവരുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവരിൽ വിശ്വാസമർപ്പിക്കുന്നു. എന്നിട്ട് സത്യവിശ്വാസികൾക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുന്നു മലക്കുകൾ. ഞാനും നിങ്ങളും അറിയുന്നില്ല അതെങ്ങനെയാണ് എന്നുള്ളത്. അവിടെയാണ് ഈ വചനത്തിന്റെ വിശദീകരണത്തിൽ യഹ്യ ഇബ്നു മുആദ് എന്ന് പറയുന്ന പണ്ഡിതൻ അഭിപ്രായപ്പെടുന്നത്, ഇന്ന മലക്കൻ വാഹിദൻ ലൗ സഅല അല്ലാഹ അൻ യഗ്ഫിറ ലിജമീഇൽ മുഅ്മിനി കുല്ലിഹിം ലഗഫറ ലഹും കൈഫ് വജമീഉൽ മലായികത്തി വഹമലത്തുൽ അർശ് യസ്തഗ്ഫിറൂന ലിൽ മുഅ്മിനീൻ. ഖുർതുബി നോക്കിയാൽ ഇത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന മലക്കൻ വാഹിദൻ, ഒരൊറ്റ മലക്ക്, ലൗ സഅല അല്ലാഹ അൻ യഗ്ഫിറ ലിജമീഇൽ മുഅ്മിനി കുല്ലിഹിം ലഗഫറ ലഹും, മുഴുവൻ വിശ്വാസികൾക്ക് വേണ്ടിയും പുറത്തു കൊടുക്കണേ എന്ന് ഒരു മലക്കെങ്ങാനും അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കും. പിന്നെ എങ്ങനെയാണ് ഈ മുഴുവൻ മലക്കുകളും സിംഹാസനം വഹിക്കുന്നവരും ഉൾപ്പെടെ വിശ്വാസികൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നു നമ്മളോട്. അങ്ങനെ മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് അർഹരാകുന്ന, പാപമോചനം തേടൽ അർഹരാകുന്ന രൂപത്തിലേക്ക് നാം ഉയർന്ന് വരുന്ന നാളുകളാണ് പരിശുദ്ധ റമദാൻ എന്നുള്ളത് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും അവസാനമായി പരിശുദ്ധ റമദാനിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനത്തിന്റെ അവസാന ഭാഗം മാത്രം ഖുദ്സിയായ ഹദീസാണത്. അതെന്താണ്? നമ്മളൊക്കെ സാധാരണയായി വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി ആരെങ്കിലും വ്രതമനുഷ്ഠിച്ചാൽ അവനെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. ഈ ഹദീസ് നാം കാണുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ആരാധനാകർമ്മങ്ങൾക്കും 1 മുതൽ 10 വരെയും 10 മുതൽ 700 ഇരട്ടി വരെയും പ്രതിഫലം നൽകുന്നത് അള്ളാഹുവാണ്, നോമ്പൊഴികെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹു പറഞ്ഞതായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ നോമ്പിന്റെ പ്രതിഫലം എവിടെയാ പറഞ്ഞത്? പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ചിന്ത ഇടുക നിങ്ങളുടെ മനസ്സിലേക്ക്. നോമ്പ് പിടിച്ചാൽ അതിന്റെ പ്രതിഫലം ഇത്രയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്നുള്ള ഹദീസ് നിഷേധിക്കുന്നില്ല. ഇല്ലെങ്കിൽ പിന്നെ അള്ളാഹ് പറയണോ നോമ്പൊഴികെ എല്ലാത്തിനും ഞാൻ തന്നെയാണ് പ്രതിഫലം നൽകുന്നത്, നോമ്പൊഴികെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു അതെന്റെതാ, അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാ. ഇതാ പറഞ്ഞതിന്റെ ശൈലി എന്നുവെച്ചാൽ അവർണ്ണനീയമായ പ്രതിഫലം, കണക്ക് കൂട്ടാൻ പറ്റാത്ത പ്രതിഫലമാണ് നോമ്പിന് അള്ളാഹു കരുതി വെച്ചിരിക്കുന്നത്. അത് എന്തൊക്കെയാണോ അത് ആസ്വദിക്കാനും അറിയാനും നമുക്ക് കഴിയണം. ഏറ്റവും അവസാനമായ ഒരു വാചകവും കൂടി, പരിശുദ്ധ ഖുർആനും റമദാനുമായിട്ടുള്ള ബന്ധം. ഖുർആനുമായി ഏറ്റവും കൂടുതൽ ഇടപഴകാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു വിഭാഗമാണ് ഇസ്ലാഹി സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വെളിച്ചം പദ്ധതിയിലൂടെയും ഖുർആൻ ലേണിംഗ് സ്കൂൾ പദ്ധതിയിലൂടെയും ഒക്കെയുള്ള സഹോദരന്മാരെ എനിക്കറിയാം. എന്നാൽ ഖുർആനുമായി കൂടുതൽ അടുക്കാനുള്ള അവസരമാണ് പരിശുദ്ധ റമദാൻ. ഒരിക്കലും അത് നഷ്ടപ്പെടുത്തരുത്. പാരായണം ചെയ്യുന്നതിലും അർത്ഥം ഗ്രഹിക്കുന്നതിലും അതിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്നതിലും അതിന്റെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപഴകുന്നതിലും ഒന്നും ഒരമാന്തവും പരിശുദ്ധ റമദാനിൽ നമ്മിൽ നിന്നുണ്ടായിക്കൂടാ. ചടവിന്റെയും ചടഞ്ഞിരിക്കലിന്റെയും നിസ്സംഗതയുടെയും അലസതയുടെയും മടിയുടെയും നാളുകളല്ല റമദാൻ. മറിച്ച് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ജീവസുറ്റവനാക്കി തീർക്കാൻ, എന്തിനേയും അതിജയിക്കാനുള്ള തന്റെ ഇടം ആർജിച്ചെടുക്കാനുള്ള സംയമനവും ക്ഷമയും അതുപോലെ തന്നെ തന്റെ ഇടവും കരുത്തും ആർജിച്ചെടുക്കാനുള്ള നാളുകളാണ് റമദാൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാകണം പരിശുദ്ധ റമദാനെ നാം സ്വാഗതം ചെയ്യുന്നതും വരവേൽക്കാൻ ഒരുങ്ങുന്നതും. അതുപോലെ ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയായിട്ടാണ്. നമ്മളൊക്കെ ആതിഥേയരാണ്. നാം ഒരാളുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് അയാൾക്ക് ആതിഥ്യം അരുളുമ്പോൾ ആ ആതിഥ്യം എത്രമാത്രം മെച്ചപ്പെട്ടതാണ് എന്നുള്ളത് ആതിഥ്യം അനുഭവിച്ചറിഞ്ഞ ആള് വിലയിരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അതിഥിയായി നമ്മിലേക്ക് എത്തിച്ചേർന്ന ഈ റമദാൻ നമ്മുടെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചെത്തുമ്പോൾ നമ്മുടെ ആതിഥ്യത്തെ കുറിച്ച്
A+ നൽകാനുള്ള ഒരവസ്ഥ റമദാനിലെ ഓരോ ചലനങ്ങളിലും, സംസാരങ്ങളിലും, വാക്കുകളിലും, പ്രവർത്തികളിലും, സമീപനങ്ങളിലും, എല്ലാ നന്മകളുടെ കാര്യങ്ങളിൽ മുഴുകുന്നതിനും നമ്മിൽ ബദ്ധശ്രദ്ധരാകണം. ആ നിലയിൽ വ്രതാനുഷ്ഠാനത്തെ കണ്ട് വ്രതാനുഷ്ഠാനവുമായി അതിനെ മുഴുവൻ ഭാഗ്യവും സൗഭാഗ്യവും നേടിയെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം ആവോളം ആവഹിച്ച് പാപമോചനത്തിന് അർഹനായി, നരകത്തിൽ നിന്ന് വിമോചിതനായി, സ്വർഗത്തിന്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ ഉതകുന്ന നിലയിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും നോമ്പ് ആയിത്തീരണം. ആ നിലയിൽ നമ്മുടെ കുടുംബങ്ങളെ നാം സജ്ജമാക്കണം എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. ആസന്നമാകുന്ന റമദാനെ അതിന്റെ എല്ലാ രൂപത്തിലും, അക്ഷരത്തിലും, അർത്ഥത്തിലും ഉൾക്കൊള്ളുവാനും അതിന്റെ പൂർണ്ണമായ പ്രതിഫലം നേടിക്കൊണ്ട് സംസ്കരണത്തിന് വിധേയരായി എല്ലാവിധത്തിലുള്ള പാപങ്ങളിൽ നിന്ന് മുക്തരായി സ്വർഗപ്രവേശത്തിന് അർഹരാകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനുള്ള സർവ്വ തൗഫീഖും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്തു തരുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സമയക്കുറവ് കൊണ്ടാണ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നടത്തുന്നത്. എന്റെ വാക്കുകൾ ശ്രമിച്ച നിങ്ങൾക്ക്, ഈ പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും ഇതൊരു ഉപകാരപ്രദമായ കർമ്മമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റമദാൻ നമുക്ക് അനുകൂല ശുപാർശയായി, പരിശുദ്ധ ഖുർആനും അനുകൂല ശുപാർശയായി പരലോകത്ത് വരുന്ന കൂട്ടത്തിൽ നമ്മയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരിക്കലും വ്രതാനുഷ്ഠാനം നമ്മളെ നിന്ദ്യതയുടെ മാർഗത്തിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. റമദാനിലെ ഓരോ ചലനങ്ങളും അല്ലാഹുവിന്റെ തൃപ്തിക്കനുസരിച്ചായി തീരുവാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.